ഹലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ എല്ലായിടത്തും ചക്കയൊക്കെ ആയില്ലേ, ചക്കക്കാലമായി. ഇവിടെ ചിലയിടത്തൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. എന്താണേലും ഇപ്പം ചക്കയൊക്കെ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ചക്കച്ചകിണി കൊണ്ടുള്ള ഒരു തോരനാണ്. അതായത് ചക്കച്ചുളയുടെ മുകളിൽ നിന്ന് നമ്മളിങ്ങനെ പറിച്ച് മാറ്റി കളയുന്ന ചകിണി എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്നറിയത്തില്ല. ചവിണി എന്ന് പറയും, ചകിണി എന്നും പറയും. അതുകൊണ്ടുള്ള ഒരു തോരനാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ചക്കയൊക്കെ പുഴുങ്ങിക്കഴിഞ്ഞ് ബാക്കി വന്ന ചവിണി എടുത്ത് ഞാനിങ്ങനെ ചെറുതായിട്ട് അരിയുവാണേ. അല്ല, ക്യാബേജൊക്കെ അരിയുന്ന പോലെ ചെറുതായിട്ട് അരിഞ്ഞ്, ശരിക്കും തോരൻ കണ്ടാലും ക്യാബേജ് തോരനാണെന്നേ പറയുള്ളൂ. ടേസ്റ്റ് പറയാം കേട്ടോ. അതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കട്ടെ. അപ്പം വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണണേ. ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ. ആദ്യം കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. പറ്റുവാണെങ്കിൽ ഒന്ന് ഷെയറും കൂടി ചെയ്തേക്കണേ. അപ്പോൾ ഞാനിതൊന്ന് അരിഞ്ഞെടുക്കട്ടെ കേട്ടോ. ചകിണി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി തോരൻ്റെ അരപ്പിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തേങ്ങ, വെളുത്തുള്ളി, ചുമന്നുള്ളി, കാന്താരി മുളക്. ഇനി ഇതിൻ്റെ കൂടി ഇച്ചിരി മഞ്ഞളും കൂടി അരയ്ക്കണം. തേങ്ങ ചിരട്ടയിൽ നിന്ന് ഇങ്ങനെ അടന്നു പോകുന്നേ, കഴന്നു പോയെന്നാണ് പറയുക. അടന്നു പോകുന്നതുകൊണ്ട് തേങ്ങ ഞാനിങ്ങനെ ചെറുതായിട്ട് കൊത്തി എടുത്തിട്ടുണ്ട്. ഇനി അത് മിക്സിയിലിട്ടൊന്ന് പൾസ് ചെയ്തെടുക്കുമ്പോൾ നല്ല തോരൻ്റെ ഭാഗത്തിൽ അരഞ്ഞു വന്നോളൂ. ഇനി ചട്ടി അടുപ്പേ വെച്ചു, എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടാകുമ്പോൾ കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചകിണി ചേർക്കാം. ചൂടായ എണ്ണയിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചകിണി ചേർത്തു. 1 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്തു, കറിവേപ്പില ചേർത്തു. ഇനി നമുക്ക് നമ്മുടെ അരപ്പ് ചേർക്കാം. നമ്മൾ മിക്സിയിലിട്ട് ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ, ഉള്ളി, മുളക്, വെളുത്തുള്ളി എല്ലാം കൂടെ ചേർത്തു. അരച്ചില്ല, ചതച്ചെടുത്തുള്ള. എന്നിട്ട് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് തട്ടിപ്പൊത്തി മൂടി വെക്കാം. മൂടി ചെറുതീയിൽ വെച്ച് നമുക്കിതൊന്ന് പറ്റിച്ചെടുക്കാവേ. മൂടി വെച്ച് 2-3 മിനിറ്റിന് ശേഷം ഞാനൊന്ന് തുറന്ന് നോക്കി ഒന്ന് ഇളക്കുവാണേ. അപ്പോൾ ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് ഇച്ചിരി നേരം കൂടെ നമുക്ക് അടച്ച് വെക്കാം. ഒരു ഏകദേശം വേവായിട്ടുണ്ട്. ഇനി ഒരു 2-3 മിനിറ്റും കൂടെ ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ നല്ല പരുവത്തിൽ കിട്ടും. വീണ്ടും മൂടി വെച്ചു. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്നുകൂടെ തുറന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി, എന്നിട്ട് ഒന്നുകൂടെ മൂടി വെച്ചു കേട്ടോ. വീണ്ടും 1 മിനിറ്റ് കൂടെ കഴിഞ്ഞപ്പോൾ ഞാനതൊന്ന് തുറന്ന് നല്ലപോലെ ഒന്നുകൂടെ ഇളക്കി. ഇപ്പം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്, തോരനായിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ഇളക്കിയിട്ട് ഓഫ് ചെയ്യാം. ഇതുണ്ടല്ലോ, നമ്മൾ ഈ വിളയാത്ത ചക്ക, അതായത് ഇവിടെ കൊത്തച്ചക്കയെന്ന് പറയും, പകുതി വിളവൊക്കെ കഴിഞ്ഞ് ചുളയൊക്കെ വെച്ച ചക്ക നമ്മൾ എടുത്ത് പുഴുങ്ങുമ്പോഴുള്ള ഒരു ടേസ്റ്റാണ് ഇതിനകത്ത് ഈ അരപ്പിൻ്റെ കൂടി 2-3 കുരുമുളകും കൂടി അരച്ചാൽ വേറൊരു നല്ല ടേസ്റ്റ് കിട്ടും. കുരുമുളകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അതിഷ്ടമാകും. അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ചകിണിത്തോരൻ റെഡി. അടുത്ത ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ
എല്ലാവർക്കും ബായ്.